ഏതായാലും കോൺഗ്രസ് അതിന്റെ തന്ത്രം മെനയുന്നതിൽ കാണിച്ച ബുദ്ധിയും സൂക്ഷ്മതയും ഉണ്ടല്ലോ, അതിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കൃത്യമായ കാത്തിരിപ്പ്, കൃത്യസമയത്തുള്ള എൻട്രി, അതായിരുന്നു തന്ത്രം. ആ തന്ത്രം ഫലം കണ്ടിരിക്കുന്നു. 56 വയസ്സുള്ള യുവാവെന്ന് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിയെ മോഡി പരിഹസിച്ചത്. 48 മണിക്കൂർ പോലും കഴിഞ്ഞില്ല കേട്ടോ. ആ മനുഷ്യന്റെ ചിത്രമാണ് ഇന്ന് രാജ്യത്തെ യുവജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഏഷ്യാനെറ്റിലെ സർജിക്കൽ സ്ട്രൈക്ക് ഫെയിം ഉണ്ണി ബാലകൃഷ്ണൻ മോദിജിയെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുക ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അദ്ദേഹം പറഞ്ഞു, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് 56 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നാണ്. ആ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? അദ്ദേഹം ചെറുപ്പക്കാരനാണോ രാഹുൽ ഗാന്ധി? കേരള സർക്കാരിൻ്റെ സർവീസിൽ നിന്നും പിരിയുന്നതിൻ്റെ പെൻഷൻ പറ്റുന്ന പ്രായമല്ലേ 56 എന്ന് പറയുന്നത്. അതിരിക്കട്ടെ. ഏതായാലും ഇദ്ദേഹം ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിക്കളഞ്ഞു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധി ഇങ്ങനെ പതുങ്ങി അവസരം പാർത്തിരുന്നപ്പോഴാണ് ഇങ്ങനൊരു പറച്ചിൽ വന്നത്. അതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഭാരതത്തിലെ സമസ്ത ജനങ്ങളും സടകുടഞ്ഞെഴുന്നേറ്റു. ഇന്ന് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും കൈകളിൽ ഉള്ളത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ്. മോഡിക്കേറ്റ പ്രഹരം അതിഭയങ്കരം. മോഡി നിലംപരിശായി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ്. ഇദ്ദേഹത്തെ ഒരു വിഡ്ഢിയാനെന്നല്ലാതെ എന്തു പറയാൻ. ആരുടെയൊക്കെയോ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മോദിക്കെതിരെ ജൽപ്പനങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് മോഡിക്കെതിരെ, മോഡി ഗവൺമെൻറ്റിനെതിരെ ആരൊക്കെയാണ് എതിർത്ത് നിൽക്കുന്നത്, ആരൊക്കെയാണ് മോഡിയെ താഴെ ഇറക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് പച്ച പരമാർത്ഥമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ തരത്തിലുള്ള ഒരു തികഞ്ഞ ദേശവിരുദ്ധൻ, വിദേശ ശക്തികളുടെ കയ്യിലെ വെറും ചട്ടുകം, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഒരു ശത്രു, ഇവനെപ്പോലുള്ളവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്.